എങ്ങട്ടാ പിന്നെ കൊണ്ടോട് മാറ്റി വരാൻ പറഞ്ഞു. ഞാനൊരു മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങട്ടാ? ഓക്കെ ഓക്കെ. അവിടെ എത്തിയപ്പോൾ എൻ്റെ വീട്ടിലേക്കാന്ന് മനസ്സിലായി. പക്ഷെ വീട്ടിൽ നിന്ന് അകത്തേക്കല്ല കൊണ്ടുപോകണം, നേരെ കൊണ്ടുവന്ന് ഇതാ അവിടെ പശുക്കൾ ആലേക്കാട്ട് കൊണ്ടുവന്ന്. ഞാനെന്താ എന്തിനാ കുത്തി ഇതാക്കുന്നത്? നീ അസുട്ടി കഴിച്ചോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത് രാവിലെ തന്നെ ഇതാ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ക്രീമിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ സീസണായി തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ഡ്രസ്സിൻ്റെ ഓർഡേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അധികം DTDC വഴിയും ക്രീമൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കൽ. അപ്പം നമ്മളിതാ രാവിലെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി വന്നപ്പോൾ ഇതാ കുറച്ച് ഐസൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, അതിന് മുന്നേ കുറച്ച് ഐസൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐസൊക്കെ. ഭയങ്കര ടേസ്റ്റാണ്. ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അവക്കാഡോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചിക്കുണ്ട്, ടെൻഡർ കോക്കനറ്റ്, അതുപോലെ തന്നെ അത്തിപ്പഴമൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് അത്തിപ്പഴവും അതുപോലെ തന്നെ ബൂസ്റ്റും പിന്നെ ഇതാ നമ്മൾ ടെൻഡർ കോക്കനറ്റൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അരീക്കോട് പോയി വന്നപ്പം ഐസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓടി വരും, കാരണം ഐസ് മധുരമുള്ള സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളിന്നൊരു ചെറിയൊരു ഐസ് നിങ്ങൾക്ക് ഐസ് ഉണ്ടെന്നാണ്. ഐസ് എന്താണ് മുഖത്തിന്റെ വെളിച്ചം. രണ്ടെണ്ണല്ലോ? രണ്ടെണ്ണം മതിയോ? അപ്പൊ ഞങ്ങൾ ഇവിടെ ക്ലിയർ ഉണ്ടോന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഐസ് കഴിക്കാനായിട്ട് പോവാണ്. ഐസ് ചലഞ്ച് കണ്ടില്ലേ? ഐസ് ബോക്സൊക്കെ എന്താണ് വീട്ടിൽ കഴിക്കാനിഷ്ടം. 4 തരം ഫ്ലേവർ. എനിക്ക് അൽഫാം ഇങ്ങനെയല്ലേ വേഗം എടുത്തോട് ക്ഷമല്ല. അപ്പൊ അവിടുന്ന് അരിക്കോട് നടക്കം വരുന്നോണ്ട് ഒരു ബോക്സിലൊക്കെ ആക്കി തന്നാട്ടോ. മെമ്മറീസ് ഐസ് അരീക്കോടുകാരുടെ വികാരമായിട്ടുള്ള ഐസാണ്. ഓരോരോ ഫ്ലേവർ സെറ്റ് ആക്കി. നിങ്ങൾക്ക് ടെൻഡർ കോക്കനറ്റ് എല്ലാദ്യം വേണ്ടി നല്ല നാച്ചുറൽ ആയിട്ടുള്ള. അപ്പോൾ ഉമ്മാക്ക് ഐസ് എന്നല്ല മധുരമുള്ള എന്തൊരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് ഷുഗറൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കും. മധുരമുള്ള ഞാൻ പുറത്ത് പോകുമ്പോൾ തന്നെ എന്നോട് പൂഞ്ചി അതുപോലെ തന്നെ ലഡുവൊക്കെയാണ് കേട്ടോ കൊണ്ടുവരിപ്പിക്കൽ. അപ്പോൾ അതുപോലെ തന്നെ ഐസ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിതാ സംസാരിച്ച് ഇനിയിപ്പം നോമ്പൊക്കെ വരാൻ പോവില്ലേ, ആ ഒരു ടൈമിൽ നമുക്കിതുപോലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസൊക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടാളോട് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞങ്ങളിതാ വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ ഓരോ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടിയാൽ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ടൈം ഇങ്ങനെ പോകുന്നേ അറിയില്ല. പണിയൊക്കെ വേഗം കഴിച്ചിട്ട് ഇവിടെ മുൻഭാഗത്ത് വന്നിരിക്കും. ഉപ്പ അവിടെ ഉപ്പാൻ്റെ റൂമിലും ഉണ്ടാവും. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ടൈം പോകുന്നത്. എങ്ങട്ടാ പിന്നെ കൊണ്ടോട് മാറ്റി വരാൻ പറഞ്ഞു. ഞാനൊരു മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങട്ടാ? ഓക്കെ ഓക്കെ. അല്ല, സാധാരണ പറയാത്തൊരു ലെവലിൽ മാറ്റാൻ പറഞ്ഞു, വേഗം മാറ്റി തരണം. അപ്പം ഞാൻ എന്താ എങ്ങട്ടേ ഓക്കെ. ഏതായാലും ഞാൻ വലിയ ഇതിലൊന്നും മാറ്റിയിട്ടില്ല, നോക്കാം. അപ്പോൾ ഈവനിങ് ഒരു 5:30 ആ ടൈമിലായപ്പോൾ ഇക്ക പറഞ്ഞു വേഗം മാറ്റി ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നോർമലി എൻ്റെ ഒരു ടോപ്പ്, ലോങ് ടോപ്പ്, ഒരു ഷോളും ഇട്ടിട്ട് ഇറങ്ങുകയാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, കാരണം സാധാരണ പറയാത്ത മാതിരി ഉണ്ട്. വേഗം മാറ്റി, വേഗം പോകണം, ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം മാറ്റിയത്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എങ്ങോട്ടാണ് അവ കൊണ്ടുപോണേ? വെള്ളം വാങ്ങി. ഓക്കെ ഓക്കെ.
എൻ്റെ വീട്ടിലേക്കാന്ന് മനസ്സിലായി. പക്ഷെ വീട്ടിൽ നിന്ന് അകത്തേക്കല്ല കൊണ്ടുപോകണം, നേരെ കൊണ്ടുവന്ന് ഇതാ അവിടെ പശുക്കളെ ആലേക്കാട്ട് കൊണ്ടുവന്ന്. ഞാനെന്താ പശുവാ അത് പറഞ്ഞാണി? ആ അല്ല വന്ന ഉദ്ദേശം നോക്കിയാ ഗൈസ്, ഇന്നെ കൊണ്ടുവന്ന് എന്തിനാന്നറിയോ? ഈ ചാണകം വാരാൻ വേണ്ടിയിട്ട് എല്ലാ ആളാ. ഇത് കിട്ടില്ല, പശുവിൻ്റെ തൊഴുത്തേക്ക് വന്ന് അതിൽ ചാണകതാ വാരാൻ വേണ്ടിയിട്ട്. ആ എന്നാലും നിങ്ങൾ എന്നോട് ഇതാട്ടോ പശുക്കൾ പശുക്കൾ. എൻ്റെ ചോപ്പുണ്ട് നോക്കണ്ട തന്നെ, ഞാൻ ചോപ്പ് ഡ്രസ്സായിട്ട്. എനിക്ക് പേടിയില്ല. ഇത്ര കാലമായിട്ട് എനിക്കൊരു ഒരു പശുവിനെ തൊടാൻ, അതിന് വെള്ളം കൊടുക്കാനാണ് എനിക്ക് പേടിയാ. പപ്പ എന്നിട്ട് എനിക്ക് വെള്ളമോ അല്ലെങ്കിൽ പുല്ലോ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇതാക്കലപ്പ. കാരണം എത്ര കാലമായി ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ എനിക്ക് പേടിയപ്പോഴും ആദ്യം തന്നെ ഇക്കാക്കും പണി കൊടുക്കാം. ഇട്ടോളൂ. എന്തിനാ കുത്തി ഇതാക്കുന്നേ? ഉടക്കുക. നാറ്റിച്ചു ഞാൻ. ഒരു ചാക്ക് എല്ലാം എടുക്കണുള്ളൂ, 2 ചാക്ക് എടുക്കണുള്ളൂക്കാ ചെടിക്ക് അത്യാവശ്യമായിട്ടാ. ബാക്കി പിന്നെ ഇവിടെ ആളെ ഏൽപ്പിക്കല്ലേ നമ്മള്. അപ്പോൾ ഇത് ഇക്ക കുറച്ചൊക്കെ കൊട്ടയിലാക്കിയതിന് ശേഷം വീണ്ടും എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്നോടൊരു കാര്യം പറയുമ്പോൾ കഴിയില്ല അല്ലെ പറ്റില്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ എൻ്റെ എല്ലാ കൂട്ടിട്ട് ഞാനും കൊട്ടയിലാക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ വളം നമ്മൾ തോട്ടത്തിലേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇക്ക. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 2-3 ചാക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോയിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നതിലൊന്നും എനിക്കൊരു ഇതുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ജോലിയും ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്കത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയാതെ നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മൾ ഒരാൾ കാണുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ ഇഷ്ടമേ ഉള്ളൂ. ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കാറൊന്നുമില്ല. എനിക്ക് കഴിയാത്ത കാര്യങ്ങളായാലും ഞാനൊന്ന് ചെയ്ത് നോക്കാറാണ് എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് മടിയൊന്നുമില്ല. ചില ആൾക്കാർ വിചാരിക്കും ഇവള് വീഡിയോയിലൊക്കെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്, മടിയല്ലേന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മടിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു 2-3 കൊട്ട ഞാൻ ചാക്കിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാണകം എല്ലാം ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല, ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കൂട്ടി വെച്ചാണ്. അതിൽ ഞാനിതാ പച്ചച്ചാണം ചവിട്ടിയിട്ടുണ്ടായിരുന്നു അതിലങ്ങനെ ഓടി നടന്ന ടൈമിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റിയിടുകയാണ്. അതിന് ശേഷം എല്ലാം കൂടി പരത്തി വെക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ വെയിലുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. പക്ഷേ ഇത് കുന്നുപോലെ ആയതുകൊണ്ട് തന്നെ താഴെയുള്ള ഭാഗത്തേക്ക് ഉണങ്ങാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആയതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിതാ ചെടിക്ക് വേണ്ടിയിട്ട് ചാക്കിലാക്കി പോവാണ്. ബാക്കി പിന്നെ ഒരാളെ ഏൽപ്പിച്ചിട്ട് അവർ തന്നെ എല്ലാം ആക്കിയിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ ചെയ്യാം. നല്ല ചാക്ക്. ഏകദേശം കഴിഞ്ഞില്ലേക്കാ? അതിവിടെ നിരത്തിയിട്ടതല്ലേ? മനസ്സിലായി. വല്ലാത്ത വിരീത് അങ്ങനൊരിതില്ലേ, ഓർക്കാപ്പുറത്ത് നീന്നൊരടിയത്. ആവശ്യത്തിലേറെ തലയിലുണ്ടല്ലോ. ഇണ്ടല്ല ഇങ്ങളെ
നിങ്ങളെ തലയിൽ. അപ്പോൾ ഇത് പപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹസ്മോനും വന്നിട്ടുണ്ടായിരുന്നു. ഹസു അനിയന്മാരുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എങ്ങോട്ടോ പോയപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വല്ല വന്നിട്ടുണ്ട്. ആളിതാ ഇങ്ങനെ കാക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവനിങ്ങനെ മടിയൊന്നുമില്ല. അപ്പോൾ ഇതാ അവനിങ്ങനെ ചാക്കും അതുപോലെ തന്നെ ഇക്കാനിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് സൺഡേ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ല. കാരണം സൺഡേ എന്ന് പറഞ്ഞാൽ ഇക്കും ഹസും എല്ലാവരും ഭയങ്കര ആയിരിക്കും വീട്ടിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഹസുവിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു തട്ടുകടയിൽ പോയിട്ട് വരുന്ന വഴിയിലിതാ നല്ല ടയർഡായിട്ടുണ്ട്. ഹസുവിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതാ ഒരു മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു തട്ടുകടയിൽ വന്നതാണ്. അപ്പോൾ ഹസുവിനൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസുവിന് അത്ര ഇഷ്ടമില്ല, ഇക്കാക്കും എനിക്കും മസാല ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഷോപ്പിൽ വന്നതായിരുന്നു. എന്തൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് പോളിംഗ് ഇല്ലേ? ഇന്നൊരു വെറൈറ്റി ആക്കില്ലേ? എന്നും ബിസി അൽഫാമും ബ്രോസ്റ്റും ഒക്കെ അല്ലേ അല്ലേ കുഞ്ഞാ? വേഗം കഴിച്ചൂടെ? ഇപ്പം നമ്മളിതാ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം നല്ല മസാല ദോശയും ചായ കുടിക്കാന്. ഒന്നുകൂടി പോവോ? ഓൻ്റെ തന്നെ ഉണ്ടാവും കഴിക്കാൻ.